നമസ്കാരം. റൂത്ത് ന്യൂസിലേക്ക് സ്വാഗതം. പൊതുജനമധ്യത്തിൽ വെച്ച് തന്നെ തിരിച്ചറിഞ്ഞില്ല എന്ന കാരണത്താൽ വിദ്യാർത്ഥിയെ ആക്രമിച്ച കേസിലെ പ്രധാന പ്രതി അറസ്റ്റിൽ. ഇക്കഴിഞ്ഞ 17-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പാങ്ങോട് വില്ലേജിൽ മൂന്നുമുക്ക് എന്ന സ്ഥലത്ത് സജീർ മൻസിലിൽ 18 വയസ്സുള്ള മുസമ്മിലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. സംഭവം പോലീസ് പറയുന്നത് ഇങ്ങനെ: അന്നേ ദിവസം ഉന്നത വിദ്യാഭ്യാസത്തിന് കോച്ചിംഗ് ക്ലാസ്സിന് കൊല്ലത്ത് പോയിരുന്ന മുസമ്മിൽ ഉച്ച സമയത്ത് ഒരു പ്രൈവറ്റ് ബസ്സിൽ തിരികെ വീട്ടിലേക്ക് വരുന്ന സമയം ബൗണ്ടർ മുക്ക് എന്ന സ്ഥലത്ത് വെച്ച് ബസ് ബ്രേക്ക് ഡൗൺ ആവുകയും തുടർന്ന് മുസമ്മിൽ ഉൾപ്പെടെ ആ ബസ്സിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളും യാത്രക്കാരും റോഡിലിറങ്ങി നിന്നിട്ടുള്ളതുമാണ്. അപ്പോൾ ആ സമയം അതുവഴി സ്കൂട്ടറിൽ കൊട്ടിയം ഷിജു എന്ന് വിളിക്കപ്പെടുന്ന മാങ്കോട് വില്ലേജിൽ ബൗണ്ടർ മുക്ക് എന്ന സ്ഥലത്ത് താമസിക്കുന്ന 48 വയസ്സുള്ള ഷിജു വിദ്യാർത്ഥികൾ റോഡിൽ നിൽക്കുന്നത് കണ്ട് ഉച്ചത്തിൽ മാറി നിൽക്കുവാൻ ആവശ്യപ്പെടുകയും ഇത് കേട്ട് മുസമ്മിൽ മാറാൻ ശ്രമിക്കവേ കൊട്ടിയം ഷിജു സ്കൂട്ടറിൽ നിന്നും ഇറങ്ങി വന്ന് നിനക്കെന്താണ് മാറാൻ ബുദ്ധിമുട്ട് എന്ന് ചോദിച്ച് പിടിച്ചു തള്ളുകയും എന്നെ നിനക്ക് അറിയുമോ എന്ന് ചോദിക്കുകയും ചെയ്തു. അറിയില്ല എന്ന മറുപടി പറഞ്ഞ വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിക്കുകയും 2 കൈകൊണ്ടും കഴുത്തിൽ കുത്തിപ്പിടിച്ച് ബസിനോട് ചേർത്ത് വെച്ച് പൊക്കി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ഇത് കണ്ട് ഷിജുവിന്റെ സുഹൃത്തായ തീപ്പൊരി ഷിബു എന്നറിയപ്പെടുന്ന ഷിബു ഓടി വരികയും തുടർന്ന് കൊട്ടിയം ഷിജുവും തീപ്പൊരി ഷിബുവും ചേർന്ന് മുസമ്മിലിനെ അതിക്രൂരമായി മർദ്ദിക്കുകയും കാട്ടുകമ്പ് കൊണ്ടടിക്കുകയും മുസമ്മലിന്റെ തല ബസ്സിൽ കൊണ്ടാഞ്ഞടിക്കുകയും ചെയ്തു. മർദ്ദനത്തിൽ വെച്ച് വിദ്യാർത്ഥിക്ക് ബോധക്ഷയം ഉണ്ടാവുകയും തുടർന്ന് ഓടിക്കൂടിയ നാട്ടുകാർ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും അഡ്മിറ്റ് ചെയ്യുകയും അടിയന്തര ചികിത്സ നടത്തുകയും ചെയ്തു. വിദ്യാർത്ഥിയുടെ ചെവിയുടെ കർണപടം തകരുകയും ആന്തരിക രക്തസ്രാവം ഉണ്ടായി തലച്ചോറിന് മാരകമായി പരിക്കുകൾ പറ്റിയിട്ടുള്ളതായി പോലീസ് പറഞ്ഞു. തുടർന്ന് ഈ സംഭവത്തിന് ചിതറ പോലീസ് കൊലപാതക ശ്രമത്തിന് കേസെടുക്കുകയും ചെയ്തു. സംഭവത്തെ തുടർന്ന് പ്രതികൾ 2 പേരും ഒളിവിൽ പോയി. 2ാം പ്രതിയായ തീപ്പൊരി ഷിബു എന്ന് വിളിക്കുന്ന ഷിബുവിനെ 19-ന് ചിതറ പോലീസ് അറസ്റ്റ് ചെയ്തു. പക്ഷേ കഴിഞ്ഞ 1 മാസത്തിലധികമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന കൊട്ടിയം ഷിജുവിനെ അറസ്റ്റ് ചെയ്യുവാൻ സാധിച്ചിരുന്നില്ല. കൊട്ടിയം ഷിജു ചിതറ പോലീസ് സ്റ്റേഷനിലെ നിരവധി അടിപിടി കേസുകളിൽ പ്രതിയായിരുന്നതിനാൽ പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തി. തുടർന്ന് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിനൊടുവിൽ ഇന്ന് പുലർച്ചെ 5 മണിക്ക് കൊട്ടിയത്തുള്ള ഒരു അകന്ന ബന്ധുവിന്റെ വീട്ടിൽ നിന്നും ഷിജുവിനെ ചിതറ പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്ത പ്രതിയെ കടയ്ക്കൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മുന്നാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. CI ശ്രീജിത്ത് P, SI സുധീഷ്, SI രശ്മി, CPOമാരായ അനീഷ്, ഫൈസൽ, സനൽ, വിശാഖ് എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ഡെസ്ക് റൂത്ത് ന്യൂസ്. എന്ന് പറയുമ്പോൾ ഞാൻ കടക്കയിലേക്ക് ഒരു ആവശ്യം തിരിച്ചു വരുമായിരുന്നു, വണ്ടി തിരിച്ചു വരുമായിരുന്നു. ബൗണ്ടറി നോക്കുന്ന സ്ഥലത്ത് എത്തിയപ്പോൾ വണ്ടി അതിന്റെ ലിവർ പൊട്ടി വണ്ടി ബ്രേക്ക് ഡൗൺ ആയി നിൽക്കുന്നു. അപ്പം സ്വാഭാവികമായി എല്ലാവരും വെളിയിറങ്ങി നിൽക്കുന്ന പോലെ ഞാൻ വണ്ടിയുടെ വെളിയിറങ്ങി നിൽക്കുമായിരുന്നു. ഇതേപോലെ ഈ പറഞ്ഞ ആള് വണ്ടിയിൽ നിന്ന് വേറൊരു വണ്ടിയിൽ ഇങ്ങോട്ട് വരുമായിരുന്നു. അപ്പം എന്നെ കണ്ടോടെ എന്താണ് വഴി നിൽക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞു. വഴിയിൽ നിന്ന് മാറി നിൽക്കുക, വണ്ടിയൊക്കെ ഒന്ന് പോകേണ്ടതെന്ന്. ഞാൻ വഴിയിൽ നിന്ന് മാറി നിന്നു. മാറി നിന്നപ്പോൾ ഇയാൾ പെട്ടെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് എന്നെ അറിയാവടാന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ 2-3 പ്രാവശ്യമായിട്ട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അറിയത്തില്ല എന്ന് പറഞ്ഞ്. വൈകിട്ട് അവസാനം പറഞ്ഞു എനിക്ക് ഇയാളെ അറിയേണ്ട ആവശ്യമില്ല എന്നാ പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞ ഉടനെ അയാൾ ചാടി എൻ്റെ കോളറിൽ കയറി പിടിച്ചു. നിനക്ക് എന്നെ അറിയണ്ടടാന്ന് ചോദിച്ചു. എന്നെ അടിച്ചു. എന്നെ അടിച്ചപ്പോൾ ഞാനും തിരിച്ചത് പ്രതികരിച്ചു. അയാളുടെ കോളറിൽ പിടിച്ചു. പെട്ടെന്ന് തന്നെ അയാൾ എന്നെ പിടിച്ച് അലിച്ച് വണ്ടിയുടെ ബോഗിയിൽ കൊണ്ടുവച്ച് അടിച്ചു. അപ്പം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളാണെന്ന് തോന്നുന്നു വന്ന് എന്നെ നല്ല രീതിക്ക് മർദ്ദിക്കുകയും അടിക്കുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞ് ഇയാൾ പോലീസിനെ വിളിച്ച് പറഞ്ഞിട്ട് ഇതൊക്കെ ചെയ്തത്. അപ്പൊ പോലീസ് വന്നപ്പോഴത്തേക്കും അടി കൊണ്ട് എന്നെ അവർ വണ്ടിയിൽ കയറ്റി. അടിച്ച ആളെ ഇടയിൽ പിടിച്ച് നിർത്തിയിരിക്കുകയായിരുന്നു. അങ്ങനെ എൻ്റെ ഉമ്മ വന്ന് അവരുടെ ഇങ്ങനെ പറയുകയും ചെയ്തത്, അടി കൊണ്ട ആളെയാണോ വണ്ടി പിടിച്ചെടുത്തിരിക്കുന്നത്, അടിച്ച ആളെയല്ലേ വണ്ടി പിടിച്ചെടുത്തേണ്ടത് ചോദിച്ചു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അവർ അയാളെ വണ്ടിയിൽ പിടിച്ച് കയറ്റിയത്.